അങ്ങനെ കൊല്ലത്ത് ലുലുവിന്റെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് വരാൻ പോവുകയാണ്. ഷോപ്പിംഗ് മാള് ഇനി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ വരേണ്ടതുണ്ട്. ഞാൻ തന്നെ നേരിട്ട് ലുലുവുമായി സംസാരിച്ചിരിക്കുകയാണ്. പത്തനാപുരത്തേക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി ശ്രമിക്കുകയാണ്. വലിയൊരു കമ്പനി. രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ഇതുപോലെ പ്രസംഗിക്കുന്നതൊക്കെ വളരെ വളരെ ചുരുക്കമാണ്. താൻ ഭരിക്കുന്ന മണ്ഡലത്തിൽ മികച്ച സംരംഭങ്ങൾ വരണം, മികച്ച ഫെസിലിറ്റീസ് കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ ചുരുക്കമാണ്. അറ്റ്ലീസ്റ്റ് പ്രസംഗത്തിൽ പോലും ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാറില്ല. ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് അതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കച്ചവടക്കാർക്കും വലിയ കച്ചവടം കിട്ടുകയും ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വലിയൊരു വിജയമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ഞാൻ തന്നെ ബഹുമാനായ യൂസഫ് അലിയെ നേരിട്ട് കാണുകയും അദ്ദേഹത്തോട് ഈ അഭ്യർത്ഥന വയ്ക്കുകയും ചെയ്തു. നേരിട്ട് കണ്ടു പറയായിരുന്നു അദ്ദേഹം. അതിന്റെ അനുസരിച്ച് അദ്ദേഹത്തിന്റെ മാനേജർമാർ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊല്ലത്ത് മൂന്നാമത്തെ ലുലുവിന്റെ ഔട്ട്ലെറ്റ് കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം പത്തനാപുരത്തുള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടി ഒരു പരിശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വന്നാൽ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമായിരിക്കും. നമുക്ക് എല്ലാവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും. ഇത് ബഹുമാനായ യൂസഫ് അലി കേട്ടെ നേരിട്ട് അദ്ദേഹത്തെ ഗൾഫിൽ പോയി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഇത് കൊല്ലത്ത് വരാനായിട്ട് പോകുന്ന രണ്ടാമത്തെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഔട്ട്ലെറ്റുകൾ എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കൊല്ലം കുട്ടിയത്തെ ഡ്രീംസ് മാളിലാണ്. ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ലുലു ഡെയിലി വരുന്നുണ്ട്, അതുപോലെ തന്നെ ലുലുവിന്റെ കണക്റ്റും വരുന്നുണ്ട്. ഈ രണ്ട് സ്ഥാപനങ്ങളും അടുത്ത മാസം ആദ്യം തന്നെ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കൊല്ലത്ത് നഗരത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലുലു ഡെയിലിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടാതെ മൂന്നാമത്തെ ലുലുവിന്റെ ഔട്ട്ലെറ്റ് വരാനായിട്ട് പോകുന്നത് പത്തനാപുരത്താണ്. പത്തനാപുരത്ത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ മിനിസ്റ്റർ ഒരു ഷോപ്പിംഗ് മാളിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ ഷോപ്പിംഗ് മാളിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ തന്നെ ആദ്യത്തെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ വരുന്ന ഒരു ഷോപ്പിംഗ് മാളാണ് നമ്മുടെ പത്തനാപുരം ടൗൺ സെൻട്രൽ മാൾ. അപ്പൊ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് ലുലു റിജക്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. കാര്യം ലുലു ഗ്രൂപ്പ് ആദ്യം ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് ഹൈറ്റ് തീരെ പോരായിരുന്നു. അതുകൊണ്ട് AC ഇൻസ്റ്റാളേഷന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാരണത്താൽ ലുലു ഗ്രൂപ്പ് പിൻവാങ്ങിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ KB ഗണേഷ് കുമാർ അദ്ദേഹം ഇടപെട്ട്, അതായത് അദ്ദേഹം നേരിട്ട് MA യൂസഫ് അലി അദ്ദേഹത്തെ കണ്ടിട്ട് അവർ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം വേറൊരു തരത്തിൽ കൂടി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം എന്നൊരു രീതിയിലേക്ക് ഏതാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. 98% ഇത് സക്സസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. 2% ഇപ്പോഴും ബാക്കിയുണ്ട്. എങ്കിലും മെജോറിറ്റി 98% ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ കൊല്ലത്ത് 3 ലുലുവിന്റെ ഔട്ട്ലെറ്റുകളാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു മറ്റ് ജില്ലകളിലൊന്നും ഇത്രയധികം ലുലുവിന്റെ ഔട്ട്ലെറ്റുകൾ ഉള്ള കൊച്ചിയിൽ 2 ഔട്ട്ലെറ്റാണ് വരുന്നത്. അല്ലേ നിങ്ങൾ കമന്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു 3 ഔട്ട്ലെറ്റുകൾ ഉള്ള വേറെ ഏതെങ്കിലും ജില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. തീർന്നിട്ടില്ല, വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്. നമ്മുടെ ലാലേട്ടന്റെ രണ്ടാമത്തെ തിയേറ്റർ ആശീർവാദ് സിനിപ്ലക്സ് ഉണ്ടല്ലോ, അതും ഏതാണ്ട് റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തിയേറ്ററും ഈ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ തിയേറ്റർ വന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അതേ കൊല്ലം കുട്ടിയം ഡ്രീംസ് മാളിൽ തന്നെയാണ്. ഏതാണ്ട് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അവിടെ ലുലുവിന്റെ 2 ഔട്ട്ലെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആശീർവാദ് ഉണ്ട്. ഇവിടെയും ലുലുവിന്റെ ഔട്ട്ലെറ്റ് വരും, അതുപോലെ തന്നെ ആശീർവാദും വരും. എന്തായാലും സംഭവം പൊളിയാണ്. അപ്പോൾ ഇവിടെ 3 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാലേ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. 2020 നവംബർ മാസം 1-ാം തീയതിയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, ഇങ്ങനൊരു തിയേറ്റർ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ സ്റ്റാറ്റസ്, ഈ ഒരു തിയേറ്ററിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ മിനിസ്റ്റർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. മോഹൻലാലിന്റെ ആശീർവാദ് സിനിമയുടെ 3 തിയേറ്റർ അല്ലേ, 3 തിയേറ്ററുകൾ അതിൻ്റെ ഉള്ളിൽ തീരുകയാണ്. അത് എപ്പോഴാണ് സീറ്റ് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അത് ബാക്കി പണിയെല്ലാം തീർന്നു, അതിനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കെട്ടിടത്തിന്റെ ഫംഗ്ഷനിങ് ആരംഭിക്കുന്നതോടുകൂടി തിയേറ്റർ അവർ എപ്പോൾ വേണമെങ്കിലും ഒരു മാസത്തിനുള്ളിൽ അവരെന്തോ പറഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ തിയേറ്റർ തുടങ്ങാൻ റെഡിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇപ്പോൾ സിറ്റികളിലേക്കല്ല വലിയ വലിയ കമ്പനികൾ ടാർഗറ്റ് ചെയ്യുന്നത്, ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലേക്കാണ്. അപ്പോൾ ഇതിലൂടെ കിട്ടാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ പ്രദേശങ്ങളൊക്കെ ഡെവലപ്പാകും, ഒരു വേറൊരു ലെവലിലേക്ക്. എന്തായാലും ഇപ്പം ഞാൻ ഈ പറയുന്ന ഷോപ്പിംഗ് മാളുകളുടെ എണ്ണമൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു 5 തൊട്ട് 10 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ റീറ്റെയിൽ മേഖലയിൽ വരാൻ പോകുന്ന ഒരു വലിയ വിപ്ലവവും മാറ്റവും ഒക്കെ നമുക്കിനി അങ്ങോട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ലുലുവും ഹൈലൈറ്റും കട്ടയ്ക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടൊക്കെ സ്കോപ്പ് ഉണ്ടോ അവിടൊക്കെ പുതിയൊരു ഷോപ്പിംഗ് മാൾ. അതാണ് ഇപ്പോൾ ഈ 2 കമ്പനികളുടെ ഒരു തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജോലി തേടി പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്തായാലും ടാക്സ് ഇനത്തിൽ ഒരു സൈഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ടാക്സ് ഇനത്തിൽ ഒരു വലിയ വരുമാനം കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ സൂപ്പറാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലുലുവിൻ്റെ എണ്ണം, അതായത് ലുലു ഔട്ട്ലെറ്റുകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ലുലുവിൻ്റെ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.